ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് സീറോ ഡിവൈസർ, അതുപോലെ സെഡ് എന്നിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകൾ, അതിനെ പറയുന്ന പേരാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെഡ് എന്നിൽ സെഡ് എന്നിൽ എലമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? സെഡ് എൻ എന്ന് പറയുന്ന സെറ്റ് എങ്ങനെയാണ്? 0, 1, 2, 3 അപ് ടു n-1 വരെ വരും. സെറ്റ് 0, 1, എക്സെട്ര n-1 വരെ വരും. അപ്പോൾ ഈ സെഡ് എന്നിലെ സീറോ ഡിവൈസ് എന്താണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ആൻ എലമെന്റ് എന്താന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കിട്ടിയോ? അപ്പോൾ സെഡ് എന്നിലെ സീറോ ഡിവൈസേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് ഓഫ് സീറോ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? സെഡ് എന്നിലെ ഏതെല്ലാം എലമെന്റുകളാണ് സീറോ ഡിവൈസേഴ്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം നോൺ സീറോ എലമെന്റുകളുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് സീറോ കിട്ടുന്നത്. കിട്ടിയോ? അപ്പോൾ അങ്ങനെ സീറോ ഡിവൈസേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണ്. എന്നുമായിട്ട് നോട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന, നോട്ട് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് സെഡിൽ ഓരോ എലമെൻറ്റും എടുക്കുക. സെഡിൽ ഇപ്പോൾ 1 0 എടുത്തു, സെഡിൽ 0യും എന്നും 0 എന്ന് പറയുമ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല, അത് ക്ലിയർലി 0 ആയിരിക്കും. അടുത്ത് അപ്പോൾ നോൺ സീറോ എലമെന്റുകളുടെ പ്രൊഡക്റ്റ് 0 ആവണം, എങ്കിലേ സീറോ ഡിവൈസർ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ GCD ഓഫ് 1, n എന്ന് പറയുന്നത് എന്താ? 1 ആണ് അല്ലേ? നമുക്ക് GCD നോട്ട് ഈക്വൽ ടു 1 ആയിട്ട് വരുമ്പോഴാണ് എന്തെന്ന് പറയുക? നോട്ട് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുക. അപ്പോൾ ഇവിടെ 1 എടുക്കുന്ന സമയത്ത് GCD ഓഫ് 1, n എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ 1 മാറ്റി നിർത്താം. അടുത്തിപ്പോൾ എന്നിനനുസരിച്ച് അടുത്ത് 2 എടുത്തു. GCD ഓഫ് 2, n എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 2 എന്ന് പറയുന്നത് ഒരു ഡിവൈസർ ഓഫ് 0. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതിനുള്ളൊരു പ്രൂഫാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സിനെ പറയുന്ന പേരാണ് യൂണിറ്റ്സ്. സെഡ് എന്നിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സുകൾ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പം A, B എന്ന് പറയുന്നത് സെഡ് എന്നിലെ 2 എലമെന്റ്സ് ആണെങ്കിൽ A ഇൻറ്റു B, ഇവിടെ സെഡ് എന്നിലെ ഓപ്പറേഷൻ ഇൻറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n. അപ്പോൾ A ഇൻറ്റു B എന്ന് പറയുന്നത് 1 ആവണം. അപ്പം നിങ്ങൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൽ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് അല്ല, അതിലില്ല, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് നോക്കുന്ന സമയത്തിൽ 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1/2 ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 1. അതുപോലെ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ 1 തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. അത് ഓപ്പറേഷൻ ഗ്രൂപ്പ് സെറ്റിനനുസരിച്ചും അതുപോലെ അതിൽ ഓപ്പറേഷൻ അനുസരിച്ചെല്ലാം മാറിക്കൊണ്ടിരിക്കും. അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു റിയൽ നമ്പേഴ്സിൽ പറഞ്ഞത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ n ആണ് പറയുന്നത്. ഡിവിഷൻ അൽഗോരിതം ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് യൂണിറ്റ് ആവണമെങ്കിൽ GCD ഓഫ് സെഡിലെ എലമെന്റ് ഓരോ എലമെന്റുമായിട്ട് എടുത്ത് ചെക്ക് ചെയ്യുക. GCD ഇപ്പം A ആണ് നമ്മൾ എടുക്കുന്ന എലമെന്റെങ്കിൽ GCD ഓഫ് A, n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ആ A എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രൂഫാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സെഡിലെ എലമെന്റ്സുകൾ നമ്മൾ സാധാരണ 0, 1, 2, 3 എന്ന് എഴുതുമെങ്കിലും ആക്ച്വലി അതെന്താണ്? കോൺഗ്രുവൻസ് ക്ലാസ് 0, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോക്കൂ, ദി കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ കോൺഗ്രുവൻസ് ക്ലാസ് A മോഡുലോ n ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, എ യൂണിറ്റ്. ദിസ് ഇസ് എ യൂണിറ്റ് ഇൻ Zn ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് A, n എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എയും A എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആവണമെങ്കിൽ GCD ഓഫ് A, n എന്ന് പറയുന്നത് എന്തായിരിക്കണം? GCD ഓഫ് A, n എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതുപോലെ ഇത് ഒന്നുമില്ലെങ്കിൽ GCD 1 ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ A എന്ന് പറയുന്ന എലമെന്റ് ഈക്വൽ ടു 1 ആണെങ്കിൽ A യൂണിറ്റ് ആയി, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആളായി. നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ A എന്തായി മാറി? 0 ഡിവൈസറായി മാറി. അതാണ് ഇവിടെ പറയുന്നത്. എ നോൺ സീറോ എലമെന്റ് ഓഫ് സെഡ് ഇസ് ഐദർ ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓർ ഇറ്റ് ഇസ് എ ഡിവൈസർ ഓഫ് 0 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ A പാർട്ട് നോക്കാം നമുക്ക്.
കോൺഗ്രുവൻസ് ക്ലാസ് എ എടുത്തു. അപ്പോൾ അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞല്ലേ, സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രുവൻസിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിങ്ങനെ കോൺഗ്രുവൻസ് ക്ലാസ് എ ഇൻറ്റു കോൺഗ്രുവൻസ് ക്ലാസ് ബി ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എപ്പോഴാണ്? അപ്പോൾ അതിൽ ഈ എയും ബിയും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? എ ബി ഇസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ എൻ. ഇവിടെ കോൺഗ്രുവൻസ് ക്ലാസ് എ മോഡുലോ എൻ ആണ്, കോൺഗ്രുവൻസ് ക്ലാസ് ബി മോഡുലോ എൻ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു കോൺഗ്രുവൻസ് ക്ലാസ് 1 മോഡുലോ എൻ ആണ്. സോ എ ബി ഇസ് ഇതിൽ നിന്നാണ് വരുന്നത്. എ ബി ഇസ് കോൺഗ്രുവൻ ടു 1 മോഡ് എൻ അല്ലേ? എ ബി കോൺഗ്രുവൻ ടു 1 മോഡ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺഗ്രുവൻസിന്റെ ഡെഫിനേഷൻ പ്രകാരം എന്താ? എക്സ് ഈസ് കോൺഗ്രുവൻ ടു വൈ മോഡ് ബി അല്ലെ വൈ മോഡ് എ എന്ന് എപ്പോഴാണ് പറയുക? എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് എ ആവണം. അപ്പോൾ എ ബി ഇസ് കോൺഗ്രുവൻ ടു 1 മോഡ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ ബി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ അല്ലേ? എ ബി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാലോ എൻ ഇൻറ്റു ഒരു ഇൻറ്റിജർ അല്ലേ? അപ്പോൾ ഇവിടെ അതാണെന്ന് പറഞ്ഞിട്ടില്ല. എ ബി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ, മൾട്ടിപ്പിൾ ഓഫ് എൻ. ആ 1 ഇങ്ങോട്ട് കൊണ്ടുപോയെന്ന് മാത്രം. എ ബി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ക്യൂ എൻ. ഇതിൽ നിന്ന് എ ബി മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് കിട്ടും. അതായത് എ ബി മൈനസ് 1 ഇസ് ഈക്വൽ ടു സം ക്യൂ ഇൻറ്റു എൻ. ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ക്യൂ എൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എ ബി പ്ലസ് മൈനസ് ക്യൂ ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം? എ ബി പ്ലസ് ഇതിനങ്ങോട്ട് കൊണ്ടുവരിക മൈനസ് ക്യൂ ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ കിട്ടുക. ഇത് ജി സി ഡി ആണ്. ഇത് ജി സി ഡി ഓഫ് ഏതിൻ്റെ ജി സി ഡി? എയിൻ്റെയും എന്നിൻ്റെയും ജി സി ഡി ആണ്. നോക്കൂ, ജി സി ഡി എങ്ങനെ കണ്ടുപിടിക്കുക? 2 ഇൻറ്റിജേഴ്സ് അല്ലേ? എ ബി പ്ലസ് മൈനസ് ക്യൂ എൻ, എ ബി പ്ലസ് സി ഡി, എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി ഡി ഓഫ് എയും സിയും 1 എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ ജി സി ഡി ഓഫ് ഇപ്പോൾ എയ്ക്കും എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇൻറ്റിജേഴ്സ് ബിയും മൈനസ് ക്യൂവും കിട്ടി. സച്ച് ദാറ്റ് എ ബി പ്ലസ് മൈനസ് ക്യൂ എൻ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ജി സി ഡിയുടെ ഡെഫിനേഷനാണ് ഇത്. ജി സി ഡി ഓഫ് എ കോമ എൻ ഇസ് ഈക്വൽ ടു 1 അല്ലേ? ജി സി ഡി ഓഫ് എ കോമ എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എ ഇസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? എക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുത്തിട്ടുള്ള സമയത്ത് എയും എന്നും റിലേറ്റീവ്ലി പ്രൈമാണ്, അല്ലെങ്കിൽ ജി സി ഡി എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ തന്നെ കോൺവേഴ്സ് പാർട്ടില്ലേ? ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ പറയുന്നത്. അപ്പോൾ ജി സി ഡി 1 ആണെങ്കിൽ എന്ത് വേണം? എക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ ജി സി ഡി 1 ആണെന്ന് എടുത്തു. അപ്പോൾ എന്ത് പറയാം? ജി സി ഡിയുടെ ഡെഫിനിഷൻ പ്രകാരം, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, ദർ എക്സിസ്റ്റ് ഇൻറ്റിജേഴ്സ് ബി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് എ ബി പ്ലസ് ക്യൂ എൻ ഇസ് ഈക്വൽ ടു 1. അത് ജി സി ഡിയുടെ ഡെഫിനിഷൻ. ഇവിടെ ജി സി ഡി 1 ആണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എ ബി പ്ലസ് ക്യൂ എൻ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഈക്വൽ ടു 1 മൈനസ് ക്യൂ എൻ എഴുതാം അല്ലേ? അല്ലെങ്കിൽ എ ബി മൈനസ് 1 ഈസ് എ, ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവരിക, എ ബി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എ ബി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ ബി ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് എൻ. അപ്പോൾ എ ബി കോൺഗ്രുവൻ ടു 1 മോഡ് എൻ ആണെങ്കിൽ ബി എന്ന് പറയുക ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷനല്ലേ ഇത്? കോൺഗ്രുവൻസ് ക്ലാസ് എ മോഡുലോ എൻ ഇൻറ്റു കോൺഗ്രുവൻസ് ക്ലാസ് ബി മോഡുലോ എൻ ഇസ് ഈക്വൽ ടു കോൺഗ്രുവൻസ് ക്ലാസ് 1 മോഡുലോ എൻ അല്ലേ? അതായത് ബി എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ്. അപ്പോൾ അതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഈ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു, ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? സെഡനിൽ ഒരു നോൺ സീറോ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നുമില്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സീറോ ഡിവൈസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തത് എന്തെടുത്തു? എ എന്ന് പറയുന്നൊരു എലമെൻ്റ് എടുത്തു, കിട്ടിയോ? അതൊരു നോൺ സീറോ എലമെൻ്റ് ഇൻ ഇസഡ് എൻ ആണ്. നോൺ സീറോ എലമെൻ്റ് ഇസഡ് എന്നിലെ നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുമ്പോൾ എയുടെ പ്രത്യേകത എന്തായിരിക്കും? ഇസഡ് എന്നിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് പോസിബിൾ റിമൈൻഡേഴ്സ് വെൻ ആൻ ഇൻറ്റിജർ ഈസ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്ന നോൺ സീറോ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ, അതായത് എൻ ഡസൻ ഡിവൈഡ് എൻ, സോറി എൻ ഡസൻ ഡിവൈഡ് എ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എൻ അല്ലേ? എ ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ?
എയുടെയും എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആരായിരിക്കും? 1 ആയിരിക്കും അല്ലേ? n എ ഡിവൈഡ് ചെയ്യുന്നില്ല. n is not a divisor for a. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ എന്താണ് ഗ്രേറ്റസ്റ്റ് എന്നിൻ്റെയും എയുടെയും കോമൺ ആയിട്ട് വരുന്ന ഡിവൈസേഴ്സിൽ ഏറ്റവും വലിയ ആൾ ആരാണ്? 1 അല്ലേ ആവാൻ പാടുള്ളൂ? 1. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പ്രകാരം എയ്ക്ക് എന്തുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. കിട്ടിയോ? അപ്പോൾ ഇത് എ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ എലമെന്റ്. എ ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് n എടുക്കുന്ന സമയത്തിലായിരുന്നു സംഭവിച്ചത്. ഇനി എ എന്ന് പറയുന്നത് നോക്കുക, ഇങ്ങനെയല്ല. അതായത് എ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് n, അതായത് GCD ഓഫ് എയും എന്നും സം ഡി ആണെന്ന് വിചാരിക്കുക. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വലിയൊരു ഡിവൈസർ ഉണ്ടെന്ന് വിചാരിക്കുക, കോമൺ ഡിവൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. കിട്ടിയോ? അപ്പോൾ ഡി എന്ന് പറയുന്ന ഡിവൈസർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഡി ഇതിൻ്റെ ഡിവൈസർ ആണെങ്കിൽ ഡി ഇതിനെക്കാട്ടിലും ചെറുതായിരിക്കുമല്ലോ. 1നേക്കാട്ടിലും ഡി നോട്ട് ഈക്വൽ ടു 1 ആണ്. ഡി ഏതിനെക്കാട്ടിലും ചെറുതായിരിക്കും? എന്നിനെക്കാട്ടിലും ചെറുതായിരിക്കും അല്ലേ? അത് ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ഡി എന്ന് പറയുന്ന ആള് എന്നിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ആള് എന്നിനെ ഡിവൈഡ് ചെയ്യാം, അതുപോലെ ഡി എന്ന് പറയുന്ന ആള് എയിനെയും ഡിവൈഡ് ചെയ്യും. കാരണം എന്താ? ഡി എന്ന് പറയുന്ന ആള് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് എൻ ആണ്. GCD എന്ന് പറഞ്ഞ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് എൻ. അപ്പോൾ ഡി എന്ന് പറയുന്ന ആളെ എയും ഡിവൈഡ് ചെയ്യും, ഡി എന്ന് പറയുന്ന ആളെ എന്നിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ? അപ്പോൾ GCD ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡി ആണെങ്കിൽ GCDയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാം? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. ഡി ഡിവൈഡ്സ് എൻ എന്ന് പറഞ്ഞാൽ എൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. ഡി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡി ഡിവൈഡ്സ് എൻ ആയതുകൊണ്ട് എൻ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. ഡി ഡിവൈഡ്സ് എ ആയതുകൊണ്ട് എ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. കിട്ടിയോ? അപ്പോൾ കോൺഗ്രുവൻസ് ക്ലാസ് നോക്കൂ. ഇവിടെ എൻ ഇസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് ഡി. മൾട്ടിപ്പിൾ ഇൻറ്റിജർ സെലക്ട് ചെയ്തിട്ടുള്ളത് കെ ആണ്. കിട്ടിയോ? അപ്പോൾ എന്ത് കിട്ടി? കോൺഗ്രുവൻസ് ക്ലാസ് എ ഇൻറ്റു കെ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എ കെ എന്ന് എഴുതാം അല്ലേ? അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ കെനെ എ എന്താ കിട്ടിയിട്ടുള്ളത്? ഇവിടെ ബി ഡി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്ക് പകരം ബി ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡി കെ എന്ന് പറയുന്നത് എന്താ? എൻ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കോൺഗ്രുവൻസ് ക്ലാസ്. അപ്പോൾ ഡി കെക്ക് പകരം എൻ കൊടുത്തു. കോൺഗ്രുവൻസ് ക്ലാസ് ഇതിവിടെ മൾട്ടിപ്പിൾ ഓഫ് എൻ ആണ്, മോഡുലോ എൻ ആണ്. അപ്പോൾ ഇതെന്താ വരിക? കോൺഗ്രുവൻസ് ക്ലാസ് 0 അല്ലേ? ഇപ്പോൾ Z2 എന്ന് പറയുന്ന ആളിൽ 2ന്റെ മൾട്ടിപ്പിൾസ് വരികയാണെങ്കിൽ Z2ൽ ആകെ 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 2ഓ 4 ഒക്കെ വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2ന്റെ മൾട്ടിപ്പിൾ വരുന്ന കേസിൽ എന്താ വരിക? 0 അല്ലേ വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? ഇവിടെ കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എൻ ആണ്, ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് എൻ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി? രണ്ട് നോൺ സീറോ എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ് എന്താണെന്നാ വന്നത്? നോൺ സീറോ എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ് എന്ത് വന്നു? 0 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? എ എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് 0 ആണ്. കിട്ടിയോ? അപ്പോൾ ഒരു നോൺ സീറോ എലമെൻറ്റ് സെഡനിൽ എടുത്തു കഴിഞ്ഞാൽ അതൊന്നുമില്ലെങ്കിൽ 0 ഡിവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും. കിട്ടിയല്ലോ? അപ്പോൾ ഇവിടെ n ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ n നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ അല്ലേ? ഡി എന്ന് പറഞ്ഞാലും എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു ആളാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഇതൊരു ഇൻറ്റിജറാണ്, ഇതൊരു ഇൻറ്റിജറാണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായാലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ രണ്ട് നോൺ സീറോ എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ് 0 എന്ന് കിട്ടിയോ? അപ്പോൾ അതെന്തായി മാറി? 0 ഡിവൈസറായി മാറി. ഇനി അടുത്തൊരു കൊറോളറി എന്ന് പറയുന്നത് ഈ തിയറത്തിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ദി നമ്പർ n ഈസ് പ്രൈം. n പ്രൈം ആണെങ്കിൽ Zn എന്താ ഉണ്ടാവുക? n ഇപ്പോൾ ഒരു 5 ഒക്കെ ആണെങ്കിൽ Z5 എലമെൻറ്റ്സ് നിങ്ങൾക്കറിയാം 0, 1, 2, 3, 4 അല്ലേ? ഇപ്പോൾ GCD ഓഫ് 0,5 അല്ലെങ്കിൽ GCD ഓഫ് 0 എടുക്കേണ്ട, 1 മുതൽ എടുത്താൽ മതിയല്ലോ. 0 ഡിവൈസർ എന്ന് പറയുമ്പോൾ നോൺ സീറോ എലമെൻറ്റുകളുടെ പ്രോഡക്റ്റ് ഇല്ലേ? അപ്പോൾ Z5 ഇപ്പോൾ 1
5 ജി സി ഡി ഓഫ് 1,5 എന്താണ് 1 തന്നെ. ജി സി ഡി ഓഫ് 2,5 എന്താണ് 1 തന്നെ. ജി സി ഡി ഓഫ് 3,5 4,5 എല്ലാം 1 തന്നെ. അപ്പോൾ ZNലെ ഏതൊരു നോൺ സീറോ എലമെന്റ് എടുത്താലും അത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള തിയറം പ്രകാരം ആ ഓരോ ആളുകളും എന്താണ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതൊന്നും സീറോ ഡിവൈസർ അല്ല. സീറോ ഡിവൈസർ ആവണമെങ്കിൽ എന്ത് വേണം? എന്നുമായിട്ട് ജി സി ഡി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആവണം. പക്ഷെ അവിടെ n പ്രൈം ആണെങ്കിൽ ZNലെ ഏതൊരു എലമെന്റ് എടുത്തിട്ട് ജി സി ഡി എടുത്താലും അതെന്താ വരിക? 1 വരിക അല്ലേ? അപ്പൊ എന്താണ്? നോട്ട് ഈക്വൽ ടു 1 ആവുമ്പോഴാണ് ഡിവൈസർ ഓഫ് സീറോ ഉണ്ടാവുക. പക്ഷെ എല്ലാം 1 ആണ്. സോ എല്ലാ എലമെന്റും യൂണിറ്റ്സ് ആണ്, സീറോ ഡിവൈസർ അല്ല. സോ ഇതിന് സീറോ ഡിവൈസർ ഇല്ല n പ്രൈം ആണെങ്കിൽ. കിട്ടിയോ? ഇനി എന്താ പറയുന്നത്? ZN ഹാസ് നോ ഡിവൈസർ. അപ്പൊ സീറോ ഡിവൈസർ ഇല്ല. സീറോ ഡിവൈസർ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? എന്നിലെ ഏത് എലമെന്റ് എടുത്താലും അത് റിലേറ്റീവ്ലി പ്രൈം ടു ZNലെ ഏതൊരു എലമെന്റ് എടുത്താലും അത് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പൊ അതിനെല്ലാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. അതാണ് പറയുന്നത് എവരി നോൺ സീറോ എലമെന്റ് ഓഫ് ZN ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അത് ഈ തിയറം പ്രകാരമാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. കിട്ടിയില്ലേ?